ഉള്ളി മുറിക്കുമ്പോഴോ അരിയുമ്പോഴോ കണ്ണിൽ നിന്ന് വെള്ളം വരാത്തവർ വിരളമാണ്. മറ്റൊരു പച്ചക്കറിക്കും ഇല്ലാത്തതും ഉള്ളിക്ക് മാത്രം ഉള്ളതായും ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കിയാലോ. ഉള്ളി മണ്ണിനടിയിൽ വളരുന്നതാണ്. അതുകൊണ്ട് കീടങ്ങൾ കടിക്കുകയും മറ്റു ജീവികൾ നശിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പ്രകൃതി ഉള്ളിക്ക് ഒരു പ്രതിരോധ സംവിധാനം നൽകിയിട്ടുണ്ട്. ഉള്ളിയുടെ കോശങ്ങൾ അരിയുകയോ മുറിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഒരു കൂട്ടം പ്രതിപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും സിൻ-പ്രൊപ്പനേത്തിയൻ എസ് ഓക്സൈഡ് എന്ന പുതിയ സംയുക്തം ഉണ്ടാവുകയും ചെയ്യും. ഇത് കണ്ണിലെ ജലപാളിയുമായി കോണ്ടാക്ട് ഉണ്ടാകുന്നതോടെ നേരിയ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകും. ഇങ്ങനെയാണ് കണ്ണെരിയുന്നത്. ഇത് മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഉള്ളി അരിയുന്നതിന് മുൻപ് ഏകദേശം 30 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. കാരണം തണുത്തിരിക്കുമ്പോൾ രാസപ്രവർത്തനത്തിന് കാരണമാകുന്ന എൻസൈമുകളുടെ പ്രവർത്തനം മന്ദഗതിയിലാകും. പിന്നീടുള്ള ഒരു വഴി മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുക എന്നതാണ്. മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുമ്പോൾ അത് സൂക്ഷ്മമായി എളുപ്പത്തിൽ അരിയാനും അത് രാസപ്രക്രിയ കുറയ്ക്കുകയും ചെയ്യുന്നു. മൂർച്ചയില്ലാത്ത കത്തി ഉള്ളിയുടെ കോശങ്ങൾ തകർക്കുന്നു. ഇത് കൂടുതൽ എൻസൈമുകളുടെ സൾഫ്യൂരിക് സംയുക്തങ്ങളും പുറത്തുവിടാൻ കാരണമാകുന്നു. ഇതുമൂലമാണ് കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നത്. നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി പ്രയോഗമാണ് മറ്റൊന്ന്. കട്ടിംഗ് ബോർഡിൽ ഒരു തുള്ളി നാരങ്ങ നീരോ വിനാഗിരിയോ പുരട്ടിയ ശേഷം അരിഞ്ഞാൽ കട്ടിംഗ് ബോർഡിലെ pH കുറയ്ക്കാൻ സാധിക്കും. ഇത് എൻസൈം പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ഉള്ളിയുടെ പ്രതിപ്രവർത്തനം കുറയ്ക്കുകയും ചെയ്യും.